കർത്താവ് കനിഞ്ഞ് നൽകിയ ഒരു ദിവസമാണിത്. ഞാൻ ചുരുക്കം ചില സ്കാറ്റേഡ് ചിന്തകളൊന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇതേക്കുറിച്ച് ദൈവശാസ്ത്രപരമായിട്ട് പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ള അച്ഛന്മാരാണ് ഇവിടെ ക്ലാസ്സിന് വന്നിരിക്കുന്നത്. പൊതുവിൽ നമുക്കെല്ലാവർക്കും സഭയുടെ ഡോഗ്മ, ഡോക്ട്രിൻസ്, എൻസൈക്ലിക്കൽസ്, അതുപോലെ കഴമ്പുള്ള പഠനങ്ങളൊക്കെ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഗൗരവകരമായിട്ട് നമ്മൾ പരിഗണിക്കാറില്ല. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, പൊതുവെ ക്രൈസ്തവ ലോകത്തുള്ള ഒരു ചിന്ത ഈടുറ്റ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ ആർക്കും സമയമില്ല, താല്പര്യവുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടാം വത്തിക്കാൻ സിനോദോസിൽ പങ്കെടുത്ത ദൈവശാസ്ത്ര പെരിത്തൂസ് ഹോങ്കാർ, ഫ്രഞ്ചുകാരനാണ്, വലിയ തെളൂജനാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ഒരു വലിയ ചർച്ചയാണല്ലോ, പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണോ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കൂടിയാണോ, ഫിലിയോക്വെ കോൺട്രവേഴ്സി എന്നുള്ള ആ കാര്യം. കൊങ്കാർ എന്ന് ഫ്രഞ്ചുകാർ വലിയ തിയോളജിയൻസാണ്, സാധാരണക്കാരും ഒരു സ്കൂളിലും തിയോളജിയൊക്കെ പഠിപ്പിക്കും. അപ്പം അദ്ദേഹം ഒരു പോപ്പുലർ അപ്പീലിന് വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ ഫ്രാൻസിൽ വിതരണം ചെയ്തു. പരിശുദ്ധാത്മാവ് 1 പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, 2 പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ക്വസ്റ്റ്യനെയർ ആയിരുന്നു. അതിൽ അതിൻ്റെ റിസൾട്ട് അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. 90% ആളുകളുടെയും അഭിപ്രായം പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ്. അതാണ് തിയോളജി വിഷയത്തെക്കുറിച്ചുള്ള ആളുകളുടെ ഒരു പൊതു ഇംപ്രഷനെയാണ് ഞാൻ പറഞ്ഞത്. ഫ്രാൻസ് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു കാര്യമാണ്. ഗൗരവകരമായിട്ട് അത്തരം വിഷയങ്ങൾ പഠിക്കാൻ പ്രയാസമാണ്, നമ്മളതിന് മുതിരാറില്ല. പിന്നീട് പണ്ഡിതന്മാർ നമ്മളുടെ എൻസൈക്ലിക്കൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻസ് തന്നെ ഒന്നുകിൽ ദേ ടേക്ക് ഇറ്റ് ആസ് എ യോക്ക്, ഒരു നുകം പോലെ കരുതുന്നു, അല്ലെങ്കിൽ ദേ ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക്, ഒരു തമാശ പോലെ കരുതുന്നു. എൻസൈക്ലിക്കൽസ് വലിയ പ്രബോധനങ്ങളാണ്. അത് യോക്കായിട്ടും ജോക്കായിട്ടും നമ്മളെടുക്കുമ്പോഴും നമ്മളുടെ പ്രതികരണങ്ങൾ വളരെ ന്യൂട്രലാണ്, നെഗറ്റീവാണ്, അല്ലെങ്കിൽ അത് ഇംപ്രസീവ് അല്ല. അപ്പം അങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം നമുക്കുണ്ട്. ഹൃദയത്തെക്കുറിച്ചുള്ള ഒരു എൻസൈക്ലിക്കലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഹൃദയപൂർവ്വം സമീപിക്കേണ്ട ഒരു കാര്യമാണ്. അതുതന്നെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണല്ലോ, ഹൃദയപൂർവ്വം ഒരു കാര്യത്തെ കാണുക എന്നത്. ഒരിക്കൽ കല്യാണം കഴിക്കാൻ പുരുഷനും സ്ത്രീയും കൂടെ ആലോചനകളെല്ലാം നടത്തി. പെണ്ണിന് 28 വയസ്സ്, ചെറുക്കന് 25 വയസ്സ്. അപ്പോൾ വിചാരിച്ചും പറഞ്ഞു, ഇത് അത്ര നല്ലൊരു കോമ്പിനേഷനല്ല. 3 വയസ്സിൻ്റെ വ്യത്യാസം, അതും പെണ്ണിന് 3 വയസ്സ് വ്യത്യാസം വരുമ്പോൾ ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഇടപെടാൻ ഒക്കെ പ്രയാസമുണ്ടാകും. ഇവൻ പറഞ്ഞു, എനിക്ക് ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. വിചാരിച്ചൻ നിർബന്ധിച്ചപ്പോഴും അവൻ സമ്മതിച്ചില്ല. പെണ്ണിന് 28, ചെറുക്കന് 25. അവസാനം ഇവൻ പറഞ്ഞു, ഞാൻ 3 കൊല്ലം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം, അപ്പം 28 ആവും. അതാണ് ഒരു പെട്ടെന്നുള്ള നമ്മുടെ ഉത്തരം. വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അതുപോലുള്ള ലാഘവബുദ്ധിയോടുകൂടി, ലാഘവത്വം അല്ല, ഒരാഗ്രഹത്തിൻ്റെ പേരിൽ വലിയൊരു തീരുമാനം എടുത്തപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്നതാണല്ലോ. പരിശുദ്ധ പിതാവ് വളരെ ഗൗരവതരമായ പ്രബോധനങ്ങൾ ഈ നാടുകളിൽ
നടത്തിയിട്ടുണ്ട്. 4 എൻസിക്ലിക്കൽസാണ് ഇപ്പോഴത്തെ പരിശുദ്ധപിതാവ് നൽകിയിരിക്കുന്നത്. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തേത് ലൂമൻ ഫിഡെയ്, രണ്ടാമത്തേത് ലൗദാത്തോ സി, മൂന്നാമത്തേത് ഫ്രatelli tutti, ഇപ്പോഴത്തേത് ദിലെക്സിറ്റ് നോസ്. അത് 2 ലൗദാത്തോ സിയും ഫ്രatelli tuttiയും സോഷ്യൽ എൻസിക്ലിക്കൽസാണ്. ഇപ്പോഴത്തേത് ദൈവശാസ്ത്രപരമായ ആഴമുള്ള ഒരു പഠനമാണ്. തിരുഹൃദയത്തെക്കുറിച്ചാണത്. തിരുഹൃദയ സമർപ്പിതരല്ലാത്തവരും ഇതിനകത്തുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവിടെ ഇരിക്കുമ്പോൾ ഈ ലൈറ്റ് കാരണം കാണാൻ പറ്റുന്നത്. ഇപ്പോഴാണ് നിങ്ങളുടെ മുഖം കാണുന്നത്. അതുകൊണ്ട് തിരുഹൃദയ സമർപ്പിതർക്ക് മാത്രം അലങ്കരിക്കാനുള്ള ഒരു എൻസിക്ലിക്കലായിട്ട് ഇതെടുക്കേണ്ടതില്ല. എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ക്ലേശകരമായ ഒരു രീതിയിലാണ് ഇതിൻ്റെ പഠനങ്ങളുമെല്ലാം പോയിരിക്കുന്നത്. ചെറിയ എൻസിക്ലിക്കലാണെങ്കിലും 200-260 പാരഗ്രാഫ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ പരിശുദ്ധ പിതാവിൻ്റെ ജൂബിലി പ്രഖ്യാപനത്തോട് ബന്ധപ്പെട്ടാണ് കാണേണ്ടത്. ഈശോയുടെ ജനനത്തിൻ്റെ 2025 വർഷങ്ങൾ നമ്മൾ ആചരിക്കുന്ന നാളുകളാണിത്. പരിശുദ്ധ പിതാവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യവുമാണ്. അവിടെ പിതാവ് നൽകുന്ന ഒരു നിർദ്ദേശം, ഹോപ്പ് ഡസ് നോട്ട് ഡിസപ്പോയിൻ്റ് us. പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. സ്പെസ് നോൺ കോൺഫോംഡിറ്റ്, നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. സ്പേസാൽവി എന്ന തിരുവഴുത്തിലൂടെ ബെനഡിക്ട് പിതാവും നമ്മെ വിശദമായിട്ട് പഠിപ്പിച്ച കാര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പരിശുദ്ധ പിതാവിൻ്റെ ദിലെക്സിറ്റ് നോസ്, ഹി ലൗഡ് അസ് എന്ന പ്രബോധനത്തെ, ചാക്രിക ലേഖനത്തെ കാണേണ്ടത്. അവൻ നമ്മെ സ്നേഹിച്ചു. സെന്റ് പോളിൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചിന്തയാണല്ലോ അത്. അവിടെ 1-2 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ലേഖനം എൻസിക്ലിക്കല് സഭയിൽ നിന്നുകൊണ്ട് സഭയായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വാസ്തവത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയാണ്. വലിയൊരു എക്ലേഷ്യ ആയിട്ട് നമ്മളിരിക്കുകയാണ്. എക്ലേഷ്യ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീ തിങ്കേഴ്സ് സൊസൈറ്റി. It is not a club of critics. It is not a group of social workers. Church is a community gathered around Christ, around a creed, around the Eucharist. ഈ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഈ എൻസിക്ലിക്കലിൻ്റെ കാതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആദ്യമേ തന്നെ പരിശുദ്ധ പിതാവ് ഇന്ന് വളരെ ലിക്വിഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സേക്രഡ് ഹാർട്ടിനെ എങ്ങനെ നമ്മൾ കാണണമെന്ന് ആത്യന്തികമായിട്ട് ഇത് കൊണ്ടുവന്നെത്തിക്കുന്നത്, നമുക്ക് സേക്രഡ് ഹാർട്ടിൻ്റെ വലിയ ഡിവോഷൻ പതിറ്റാണ്ടുകളായിട്ടുണ്ട്. പാശ്ചാത്യ സഭയിലുമുണ്ട്, പൗരസ്ത്യ സഭകളിലുമുണ്ട്. അതിൻ്റെ എല്ലാം അപ്പുറത്തേക്ക് എത്തി നിൽക്കുന്ന വളരെ റാഡിക്കലായിട്ടുള്ള ഒരു ചിന്തയാണ് പരിശുദ്ധ പിതാവ് ഇതിലൂടെ നമുക്ക് നൽകുന്നത്. In the document, the Pope argues that the spirituality of the Sacred Heart offers a vital response
to what he calls a liquid society dominated by technology and consumerism. ടെക്നോളജിയും കൺസ്യൂമറിസവും പൊടികുത്തി വാടുന്ന ഈ ലിക്വിഡ് സൊസൈറ്റിയിൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എടുത്തു കാണിക്കുകയാണ്. ടെക്നോളജിയും ഉപഭോഗപരതയും അടക്കി വാടുന്ന സമൂഹത്തോടുള്ള സുപ്രധാനമായ ഒരു പ്രതികരണമാണ് തിരുഹൃദയത്തിൻ്റെ ആത്മീയത നൽകുന്നത്. അപ്പോൾ പറയുന്നു, ഉപരിപ്ലവതയുടെ ഒരു കാലഘട്ടത്തിൽ എന്നതുപോലെ ജീവിക്കുകയും എന്തുകൊണ്ടെന്നറിയാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭ്രാന്തമായി പായുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് ഉത്കണ്ഠയില്ലാത്ത കമ്പോള സംവിധാനങ്ങളുടെ അതൃപ്തരായ ഉപഭോക്താക്കളും അടിമകളുമായി അവസാനിക്കുകയും ചെയ്യുന്ന നാം എല്ലാവരും ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തണം. ഹൃദയത്തിൻ്റെ പ്രാധാന്യം വീണ്ടും കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധരാവ് ഈ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്നത്. ഈശോ മിശിഹായുടെ ഹൃദയത്തിൻ്റെ മാനുഷികവും ദിവ്യവുമായ സ്നേഹത്തെക്കുറിച്ചുള്ള കത്ത് എന്ന ഉപശീർഷകത്തിലുള്ള ഈ രേഖ 1956 പയസ് 12 മാർപ്പാപ്പായുടെ ഹൗറിയേറ്റിസ് അക്വാസ് എന്ന തിരുവെഴുത്തിന് ശേഷം പൂർണ്ണമായും തിരുഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ട ആദ്യത്തെ ചാക്രിക ലേഖനമാണ്. അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. പതിറ്റാണ്ടുകൾ കഴിഞ്ഞാണ് സമഗ്രമായ ഒരു ലേഖനം, പ്രബോധനം ഈ രീതിയിൽ വരുന്നത്. പരിശുദ്ധരാവ് ഈ അടുത്ത നാളുകളിൽ പറഞ്ഞു വെച്ച ഒരു പാറ്റേൺ, ഹിയറിംഗ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ്. ഏത് സമൂഹത്തിലും ആരോടും ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് ഹിയറിംഗ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ് ആയിരിക്കണം. കേൾക്കണം, ശ്രദ്ധാപൂർവം കേൾക്കണം, അതാണ് ലിസണിങ്. അനുധാവനം ചെയ്യണം, അതാണ് അക്കമ്പനിങ്. അത് നമ്മുടെ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ ഉദ്ദേശിച്ച് പരിശുദ്ധ പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാവരെയും നമ്മൾ ലിസൺ ചെയ്യണം, ഹിയറിംഗ് മാത്രം പോരാ. അപ്പോഴാണ് സഭയിലെ നവീകരണം ഉണ്ടാകുന്നത്. ഈ അടുത്ത നാളിൽ പരിശുദ്ധ ഒരു ഹോമിലിയിൽ പറഞ്ഞു, റിഫോം ഓഫ് ദ ചർച്ച് ഈസ് ഗ്രാഫ്റ്റിംഗ് യുവർസെൽഫ് ടു and rooting yourself in Christ, leaving yourself to be guided by the Holy Spirit. അതിലെല്ലാം ഉണ്ടല്ലോ. Grafting yourself to and rooting yourself in Christ, leaving yourself to be guided by the Spirit. അങ്ങനെ ഈശോയിൽ കേന്ദ്രിതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ സമാധാനവും നവീകരണവും ഉണ്ടാകുന്നത്. ഈ പ്രബോധനത്തിൽ ഉടനീളം പാപ്പ തിരുഹൃദയ ഭക്തിയുടെ പരമ്പരാഗത ഘടകങ്ങൾ സമകാലിക വിഷയങ്ങളോട് ഇഴചേർക്കുന്നു. ശിഥിലമായ ലോകത്ത് യാഥാർത്ഥ്യത്തെ ഏകീകരിക്കുന്ന തത്വമായി മിശിഹായുടെ ഹൃദയത്തെ അവതരിപ്പിക്കുന്നു. വളരെ സ്കാറ്റേഡായിട്ടുള്ള ഒരു ലോകത്ത് യാഥാർത്ഥ്യത്തെ ഏകീകരിക്കുന്ന തത്വമായിട്ട് മിശിഹായുടെ ഹൃദയത്തെ പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു യാത്ര
ഒരു മടക്കയാത്ര ചെയ്യണം. ദാറ്റ് ഈസ് റിട്ടേൺ ടു ദ ഹാർട്ട്, ഹൃദയത്തിലേക്കുള്ള മടക്കയാത്ര. ഈ രേഖയുടെ പ്രകാശനം നിറവേറ്റുന്നത് ജൂൺ മാസത്തിൽ ആയിരുന്നല്ലോ. അന്ന് പാപ്പ നടത്തിയ ഒരു പ്രഖ്യാപനം ഇതായിരുന്നു: കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് സഭാ നവീകരണത്തിൻ്റെ പാതയെ പ്രകാശിപ്പിക്കാനും ഹൃദയം നഷ്ടപ്പെട്ടതായി തോന്നുന്ന ഒരു ലോകത്തോട് അർത്ഥവത്തായി എന്തെങ്കിലും പറയാനും സഹായിക്കും. ഹൃദയം നഷ്ടപ്പെട്ട ലോകത്തിന് അതിൻ്റെ ഹൃദയം തിരിച്ച് കൊടുക്കുക എന്നതാണ് പരിശുദ്ധ പിതാവ് ഈ എൻസിക്ലിയിലൂടെ നമ്മെ ലോകത്തെ പഠിപ്പിക്കുന്നത്. ഡിജിറ്റൽ ലോകത്ത് പ്രവർത്തിക്കുന്ന അൽഗോരിതങ്ങൾ കാണിക്കുന്നത്, അൽഗോരിതം കമ്പ്യൂട്ടറിൽ ഉൾപ്പെടെ കണക്ക് കൂട്ടുന്ന കണക്ക് പ്രശ്നങ്ങളുടെ പരിഹാരം ഒക്കെ നേടുന്ന സംവിധാനമാണ്. ഡിജിറ്റൽ ലോകത്ത് പ്രവർത്തിക്കുന്ന അൽഗോരിതങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ചിന്തകളും ഇച്ഛകളും നമ്മൾ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ യൂണിഫോം അഥവാ ഏകരൂപം ആണ് എന്നതാണ്. സാങ്കേതിക പരിഹാരങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് വാദിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് എഴുതുന്നത്. ഇന്ന് AI യുഗമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക് സംവിധാനങ്ങളാണ്. സാങ്കേതിക മികവ് കൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ആവശ്യങ്ങൾ കാണാനും പരിഹരിക്കാനും സാധ്യമല്ല എന്ന് പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുകയാണ്. ജീവശാസ്ത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാസ്ത്രം എന്നിവ ഹൃദയം എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടത്ര ഉൾക്കൊള്ളുന്നില്ല എന്ന് പാപ്പ പറയുകയാണ്. നമ്മളെല്ലാവരും ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. സിസ്റ്റേഴ്സ് ഈ പതിറ്റാണ്ടുകളിൽ സെക്കുലർ വിഷയങ്ങളിൽ വളരെയേറെ പ്രാവീണ്യം നേടിയവരാണ്. അവിടെ പരിശുദ്ധ പിതാവ് പറയുന്നത് ഈ ശാസ്ത്രങ്ങളൊന്നും, ജീവശാസ്ത്രം, മനഃശാസ്ത്രം, നരവംശാസ്ത്രം, മറ്റ് ടെക്നോളജിക്കലായിട്ടുള്ള മേഖല, അവിടെയൊന്നും നമുക്ക് പൂർണ്ണമായ ഒരു ഹൃദയ ഭാഷ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കൽ പരിശുദ്ധ പിതാവ് എഴുതി, ഐ ആം മൈ ഹാർട്ട്. ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണ്. പണ്ട് ഫിലോസഫർ പറഞ്ഞല്ലോ, ഡെക്കാർട്ട്, കൊജിറ്റോ എർഗോ സും, ഐ തിങ്ക് therefore I am. പപ്പ പറഞ്ഞു, ഐ ആം മൈ ഹാർട്ട് ബിക്കോസ് മൈ ഹാർട്ട് ഈസ് what sets me apart. It shapes my spiritual identity and puts me in communion with other people. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഹൃദയം. അതും പരിശുദ്ധ പിതാവ് വലിയൊരു തിരുത്തൽ കൊടുക്കുകയാണ്. തിരുഹൃദയത്തോടുള്ള ഭക്തി കേവലം ഒരു സ്വകാര്യ ആത്മീയ ആചാരം അല്ലെന്നും സാമൂഹിക ജീവിതത്തിലും മനുഷ്യബന്ധങ്ങളിലും ആഴത്തിലുള്ള ചലനങ്ങളുണ്ടാക്കാൻ ഈ ഭക്തിക്ക് കഴിയുമെന്നും പിതാവ് ഊന്നിപ്പറയുകയാണ്. അതൊരു പ്രൈവറ്റ് ഡിവോഷനായിട്ട് മാത്രം നമ്മൾ എടുക്കരുത്. ഡീപ്പറായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാക്കാനും നല്ല ചോദ്യങ്ങൾ ചോദിക്കാനും ഈ തിയോളജി ഓഫ് ആർട്ടിന് സാധിക്കും. വ്യക്തിഗത പരിവർത്തനത്തെ വിശാലമായ
സാമൂഹിക നവീകരണവുമായി ബന്ധിപ്പിച്ച് ഹൃദയത്തിൽ നിന്ന് പരിവർത്തനം ആരംഭിച്ചുകൊണ്ട് ലോകത്തിന് മാറാൻ കഴിയും. അതാണ് പാപ്പായുടെ ആർഗ്യുമെന്റ്. ഹൃദയത്തിൽ നിന്ന് പരിവർത്തനം ആരംഭിച്ചുകൊണ്ട് ലോകത്തിന് മാറാൻ കഴിയും. The world can change beginning with the heart. It is the heart that unites fragments and makes all authentic bonding possible. Friendship is a matter of heart. സ്നേഹം, കൂട്ട്, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയാണ്. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ മിസ്റ്റിക് അനുഭവങ്ങളുടെ പ്രേരണയിൽ 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ വികസിച്ച തിരുഹൃദയത്തോടുള്ള ഭക്തി ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ അവഗണിച്ചുകൊണ്ട് അവസാനിച്ച ജാൻസനിസ്റ്റ് കാഠിന്യത്തോടുള്ള പ്രതികരണമായിരുന്നു. ദൈവത്തിൻ്റെ കരുണയെ അവഗണിച്ചുകൊണ്ടുള്ള വളരെ ഹെരറ്റിക്കലായിട്ടുള്ള ഒട്ടനവധി സമീപനങ്ങൾ ആ നാടുകളിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം പരിശുദ്ധ പിതാവ് ഇവിടെ വെട്ടി മാറ്റി കളയുകയാണ്. 3-ാം സഹസ്രാബ്ദത്തിലെ സ്ത്രീ പുരുഷന്മാർക്ക് ദൈവത്തെ അറിയാനും തങ്ങളെ തന്നെ അറിയാനും മിശിഹായുടെ ഹൃദയം ആവശ്യമാണ്. സ്നേഹത്തിൻ്റെ നാഗരികത കെട്ടിപ്പടുക്കുവാൻ അവർക്കത് അത്യാവശ്യമാണ്. ദൈവശാസ്ത്രപരവും ദാർശനികവുമായ ഒരു സുപ്രധാന വികാസത്തിൽ ചാക്രിക ലേഖനം ആധുനിക ചിന്തയുമായി ആഴത്തിൽ ഇടപഴകുന്നു. പ്രത്യേകിച്ച് ജർമ്മൻ തത്വചിന്തകനായ മാർട്ടിൻ ഹൈഡഗറിൻ്റെ മനുഷ്യവികാരത്തെയും ധാരണയെയും കുറിച്ചുള്ള ചർച്ചയിലൂടെ മാർട്ടിൻ ഹൈഡഗർ വലിയ ഫിലോസഫറായിരുന്നു. നമ്മുടെ ഫിലോസഫി പഠിച്ച സ്റ്റേറ്റ് ഇതിനകത്തുണ്ടല്ലോ, വലിയ തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് ടു തിങ്ക് എബൌട്ട് തിങ്കിങ് എന്നതായിരുന്നു. ടു തിങ്ക് എബൌട്ട് തിങ്കിങ്, ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ ആർക്ക് കഴിയുന്നുവോ അവനാണ് ഫിലോസഫർ. ടു തിങ്ക് എബൌട്ട് തിങ്കിങ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു പുസ്തകം, അതിൻ്റെ ആദ്യത്തെ പേജിൽ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നൊരു വാക്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. The most thought-provoking thing in this thought-provoking world is that man is not thinking. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം. The most thought-provoking thing in this most thought-provoking age is that man is not thinking. So to think about thinking, പരിശുദ്ധ ഹൈഡഗറിനെ ഇവിടെ എടുക്കുമ്പോൾ വലിയൊരു ഫിലോസോഫിക്കൽ റൂട്ടിങ്ങിലേക്ക് പോവുകയാണ്. ഹൈഡഗറിനെ പരിശുദ്ധ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തത്വചിന്ത ആരംഭിക്കുന്നത് ഒരു ശുദ്ധമായ ആശയത്തിലോ ഉറപ്പിലോ അല്ല, മറിച്ച് ഒരു ഞെട്ടലോടെയാണ്. ആഴമായ വികാരമില്ലാതെ ചിന്ത ആരംഭിക്കുകയില്ല. തത്വചിന്ത ആരംഭിക്കുന്നത് ഒരു ഞെട്ടലോടെയാണ്. നമ്മൾ ആഴമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ ഉണ്ടാകാവുന്ന ഞെട്ടലുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് തിരുഹൃദയം എന്താണ് എന്ന് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഹൃദയപൂർവമായ സമീപനത്തിലേക്ക്
എല്ലാവരെയും പരിശുദ്ധ പിതാവ് കൊണ്ടുവരികയാണ്. എല്ലാ കാര്യങ്ങളും ഏകീകരിക്കുന്നതും കൂട്ടായ്മയിലേക്ക് നയിക്കുന്നതും ഹൃദയമാണ്. പരിശുദ്ധ പിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഹൃദയം എന്ന് നമ്മൾ പറയുമ്പോൾ 4 സുവിശേഷങ്ങളും അവിടെ ഒരുപോലെ ചേർക്കപ്പെടുകയാണ്. ഓൾ ദി ഗോസ്പൽസ് അതിൻ്റെ സമഗ്രമായ രൂപമാണ്, ഭാവമാണ് ഹൃദയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗോസ്പല്, സുവിശേഷങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കുക എന്നത് തന്നെയാണ്. നമ്മൾ കർദിനാൾ ന്യൂമാൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യം, ചെറിയൊരു വാക്യം തിയോളജി ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. കോർ ആദു കോർ ലൊക്വിത്തൂർ. കോർ COR, കോർ ഹൃദയമാണ്. ആദു കോർ ഹൃദയം, ഹൃദയത്തോട് ലൊക്വിത്തൂർ സംസാരിക്കട്ടെ, വർത്തമാനം പറയട്ടെ. അതാണ് ഹൃദയഭാഷ. ഒരാൾ ഹൃദയപൂർവ്വം പറയുന്നു, മറ്റൊരാൾ ഹൃദയം കൊണ്ടല്ലാതെ സംസാരിക്കുന്നു, കേൾക്കുന്നു. അവിടെ ഹൃദയപൂർവ്വമായ സമീപനമില്ല. ഹൃദയം കൊണ്ട് സംസാരിക്കട്ടെ. നമ്മൾ കുർബാനയിലൊക്കെ അതാണല്ലോ, ഹൃദയങ്ങൾ ഉയരട്ടെ. ഈ കുർബാനയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അനാഫ്രായിലേക്ക് വരുന്നതിന് മുമ്പ് ഹൃദയങ്ങൾ ഉയരട്ടെ. സുർസും കോർദ എന്ന ലത്തീൻ കുർബാനയിലും വളരെ ഊന്നൽ കൊടുത്ത് പറയുന്ന കാര്യം അതാണ്. നമ്മുടെ വിചാരങ്ങൾ, ഹൃദയങ്ങൾ ഉയരുമ്പോൾ മാത്രമേ രക്ഷാകര രഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. സഹോദരീ സഹോദരന്മാരെന്ന നിലയിൽ ഐക്യത്തിൽ നമ്മെ നയിക്കാൻ ആത്മാവിന് കഴിയും. അനുരഞ്ജനവും സമാധാനവും ഹൃദയത്തിൽ നിന്നാണ് ജനിക്കുന്നത്. മിശിഹായുടെ ഹൃദയം എന്നാൽ സുവിശേഷങ്ങളാണ്, ആഹ്ലാദമാണ്, തുറന്ന മനസ്സാണ്, സമാധാനമാണ്, സമ്മാനമാണ്, കണ്ടുമുട്ടലാണ്. ഇതാണ് പരിശുദ്ധന്റെ വാക്കുകൾ. അതുകൊണ്ട് ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള എൻസൈക്ലിക്കൽ നമ്മൾ പഠിക്കുമ്പോൾ അനന്തമായ ഒരു സാധ്യതയിലേക്കാണ് പരിശുദ്ധ പിതാവ് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. സ്നേഹത്തിൻ്റെ നാഗരികത എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. പൂർണ്ണമായ ഒരു എക്സ്റ്റസിയിലേക്ക് നമ്മൾ എത്തുമ്പോഴും നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലും പിഴവുകളോടുകൂടി ജീവിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. 2 കൊറിന്തോസ് 12:1 മുതൽ Paul felt a thorn even in the peak of his ecstasy, the third heaven. സ്വർഗത്തിൽ ശരീരത്തോടെ ശ്ലീഹ എത്തിയപ്പോഴും മുള്ളുകളോടുകൂടിയാണ്, വേദനകളോടുകൂടിയാണ്. അതിനെ നിഷേധിച്ചുകൊണ്ട് നമുക്കൊരു ഹൃദയ ഭാഷയിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് മറുകരയിലുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഹൃദയത്തിൻ്റെ ഭാഷയിലേക്ക് വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അക്കരയ്ക്ക് പോകാം. ട്രാൻസയാമൂസ് കോൺട്ര എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. നമുക്ക് അക്കരയ്ക്ക് പോകാം, മറുകര. അതേക്കുറിച്ച് പീറ്റർ ക്രിസ്റ്റലോഗൂസ് പറയുന്ന ഒരു കമൻ്റ് ഇതാണ്: ലെറ്റ് us pass to the other side, from the earthly things to the heavenly, from the present to the future. അക്കരയ്ക്ക് പോകാനായിട്ട് ഈ ഹൃദയത്തിൻ്റെ ഭാഷ. അല്ലെ നമ്മൾ ഉറങ്ങിപ്പോകും. ശ്രീഹന്മാർ വെള്ളത്തിൽ കയറി പേടിച്ചു പോയി, ഈശോ തറയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ആ കോണ്ടക്സ്റ്റിലാണല്ലോ ഈ തിരുവചനം. വലിയ കാറ്റിനെയെല്ലാം ഈശോ ശാന്തമാക്കി.
അഗസ്റ്റിൻ അതേക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ പേടിച്ചു പോയത് ബിക്കോസ് ഇൻ യു ഈസ് ക്രൈസ്റ്റ് അസ്ലീപ്, നിങ്ങളിൽ ഈശോ ഉറങ്ങിപ്പോയതുകൊണ്ടാണ്. യു ഹാവ് ഫർഗോട്ടൺ അബൌട്ട് ക്രൈസ്റ്റ്, അതുകൊണ്ടാണ്. വേക്ക് അപ്പ് ക്രൈസ്റ്റ്, റിമെമ്പർ ക്രൈസ്റ്റ്, ലെറ്റ് ഹിം ബി അവേക്കൻഡ് ഇൻ യു, തിങ്ക് ഓഫ് ഹിം, ലെറ്റ് ഹിം സ്പീക്ക് വിത്ത് യു. അപ്പോൾ നിങ്ങൾ പേടിക്കണം. ഈശോ ഉറങ്ങിയത് പിതാവിൻ്റെ കരങ്ങളിലാണ്, സംരക്ഷണയിലാണ്. ഹൃദയത്തിൻ്റെ ഭാഷ അതാണ്. ഹൃദയം കൊണ്ട് നമ്മൾ സംസാരിക്കുകയും ഈശോയെ സ്നേഹിക്കുകയും നമ്മളുടെ ജീവിതത്തെ അതുപോലെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കാനില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. യേശുവിന്റെ ഒരു കുഞ്ഞു വാക്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു. ഇൻ ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ് വി ഫൈൻഡ് ദ എൻറ്റയർ ഗോസ്പൽ. ഇൻ ദ ഹാർട്ട് ഓഫ് ക്രൈസ്റ്റ് വി ഫൈൻഡ് ദ എൻറ്റയർ ഗോസ്പൽ. അതുകൊണ്ട് സുവിശേഷം പഠിക്കുന്നതും തിരുഹൃദയത്തെക്കുറിച്ച് പഠിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്, വ്യത്യസ്ത കാര്യങ്ങളാണെന്നും നമ്മൾ മനസ്സിലാക്കരുത്. സുവിശേഷങ്ങൾ പഠിക്കുമ്പോഴാണ് ഈശോയുടെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോയുടെ ഹൃദയത്തെ നമ്മൾ പഠിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കുന്നത്. രണ്ട് വാക്കുകൾ സംഭരിക്കട്ടെ. നിങ്ങൾ ഇത്ര ദൂരത്ത് നിന്ന് വന്ന് ശ്രദ്ധയോടെ ഈ ആമുഖ വാക്കുകൾ കേട്ടപ്പോൾ സന്തോഷം. ഇതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കെല്ലാം ഇവിടെ വലിയ പണ്ഡിതന്മാരായ പ്രയോജനസുണ്ട്, അവർ ഞങ്ങളെ എത്തിക്കും. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും നമ്മുടെ സഭയിലെ വിശുദ്ധന്മാർക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ സൂക്ഷിക്കും.